നമ്മൾ എത്ര കുളിര് കണ്ട പുറകെ ഒന്നായിട്ട് ഒരു ആരോപണ ഘോഷയാത്ര തന്നെ. പലതും ക്ലിക്കായോ ക്ലിക്കായില്ലയോ എന്ന്. എന്താടാ ഇവിടെ ബഹളം? എന്തിനാ നീയൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന്? പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത്. ആ ചെക്കനെ ഒരെല്ലു കൂടുതലാ. അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്ക. ഞാന് ഇന്ന് രാവിലെ ഗുരുവായൂർ വെച്ച് എല്ലാ മാസവും ഗുരുവായൂരിൽ മലയാള മാസം 1-ാം തീയതി ഞാൻ പോയി തൊഴാറുണ്ട്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ പത്രപ്രവർത്തകരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. അവസാനത്തെ പരാജയം 100% പരാജയം അംഗീകരിക്കുന്നതിന് പകരം വീണ സ്ഥലത്ത് കിടന്ന് ഉരുളിയാന്ന് കേട്ടിട്ടില്ല. അതാണ് CPM ചെയ്യുന്നത്. UDF എല്ലാവരും ഒറ്റക്കെട്ട. NSS ജനറൽ സെക്രട്ടറി ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. BJP അതൊരു വലിയ ക്യാമ്പയിനായി അവരെ ഏറ്റെടുത്തത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. BJP എന്ത് വന്നാലും കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ താഴോട്ട് നോക്കരുതെന്ന്? പിന്നെ ക്ലച്ച് ആണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ? ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാനടിക്കാൻ ശേഷം ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അത് യാതൊരു സംശയവും കരുതി. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പാണക്കാടല്ല. അതൊക്കെ പറയുന്ന ആളുകൾ പാണക്കാട് തലയിൽ മുണ്ടിട്ട് പോയ വിദ്വാന്മാരാണ് ഇപ്പോ ഞങ്ങളെ കുറ്റം പറയാൻ. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. ഞാൻ മാറണമെന്ന് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലടോ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ? ഞാനോ? എന്താ ഈ പറയണേ? അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി? എന്താ ഇത്ര സംശയം? താൻ തന്നെ. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര. മുഖ്യമന്ത്രി തൊമ്മൻ ചാക്കോ. ഞാനിത് സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് ചുമ്മാ പോടോ. ഞാൻ അദ്ദേഹം കൂടിക്കാഴ്ച ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിൽ തൊട്ട് എന്റെ ലീഡറാണ് അദ്ദേഹം. എല്ലാ കാലത്തും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായപ്പോ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാഹനത്തിലാണ് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. മായണം മാഞ്ഞു പോണം. VD സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു.